സർ, ചരിത്രത്തിൽ കോൺഗ്രസ്സിന് എന്നും തലവേദനയാണ് ബുക്കുകൾ, അല്ലെങ്കിൽ പഴയകാല എഴുത്തുകളൊക്കെ അവർക്ക് എന്നും തലവേദനയാണ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന ഒരു ബുക്ക് വീണ്ടും കോൺഗ്രസിൻ്റെ തലവേദനയാകുന്നു, അല്ലെങ്കിൽ അവരുടെ ഉറക്കം കെടുത്തുന്നു. അതായത് അവരുടെ നേതാവായിരുന്ന രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടായ ഒരു അഴിമതിയെക്കുറിച്ചുള്ള ഒരു ബുക്ക് വീണ്ടും വിപണിയിൽ എത്താൻ പോകുന്നു. അതിനെക്കുറിച്ചൊന്ന് സാർ വിലയിരുത്തൂ. അത് സാധാരണഗതിയിൽ ഒരു പുസ്തകം എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് മിസ്റ്റർ ക്ലീൻ രാജീവ് ഗാന്ധിയെ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ആദ്യമായി ലോകത്തെ അറിയിക്കുന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം മുഴുവൻ വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. ബോഫോഴ്സ് ഗേറ്റ് എന്ന പേരിൽ അന്ന് ആ വെളിപ്പെടുത്തലെല്ലാം പത്രങ്ങളിലൂടെ കൊണ്ടുവന്ന ഒരു ജേർണലിസ്റ്റ് ചിത്ര സുബ്രഹ്മണ്യം സ്റ്റോക്ക്ഹോമിൽ നിന്ന്, സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഇന്ത്യയിലെ ഹിന്ദു പത്രത്തിലൂടെ എഴുതിയ വെളിപ്പെടുത്തലുകൾ. അത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലെ ഏറ്റവും നല്ല ഇന്ത്യൻ ഉദാഹരണങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്ന ബോഫോഴ്സ് ഗേറ്റ് എ ജേർണലിസ്റ്റ് പഴ്സ്യൂട്ട് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അതിൻ്റെ പ്രസിദ്ധീകരണം അടുത്ത ആഴ്ചയിൽ ഡൽഹിയിൽ നടക്കും. അപ്പോൾ ഈ പുസ്തകം ആവർത്തിച്ച് ബോഫോഴ്സ് ഇടപാടിൽ അഴിമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ്സിനെ നേതാക്കളെ നുണയന്മാരാണ് നിങ്ങൾ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ലേഖികയുടെ ഓരോ വെളിപ്പെടുത്തലും. ഹിന്ദുവിലെ എൻ റാമുമായിട്ട് ചേർന്നായിരുന്നു അവർ ബോഫോഴ്സ് കഥകൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ കൗതുകത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളും ഇന്ത്യയിലെ പത്രപ്രവർത്തകരും സാമാന്യ ജനങ്ങളും ഈ പുസ്തകത്തിൻ്റെ വരവിനെ കൗതുകത്തോടെ കാണും എന്ന് കരുതുന്നു. കൂടുതലായിട്ട് നമുക്ക് ഈ ആയുധ ഇടപാടായിരുന്നല്ലോ അതിൽ. അപ്പോൾ ഈ ആയുധ ഇടപാടെന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അത് അവർ ഉപയോഗിച്ചിരുന്നത്? ഇത് നടന്നത് 1986 ഇന്ത്യയും സ്വിറ്റ്സർലൻഡിലെ ബോഫോഴ്സ് കമ്പനിയും തമ്മിലുള്ള ഒരു ഇടപാടായിരുന്നു. അന്ന് സ്വിറ്റ്സർലൻഡിൽ ഓലോഫ് പാം ഗവൺമെൻറ്റാണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് കക്ഷി ആയിരുന്നു സ്വിറ്റ്സർലൻഡ് അന്ന് ഭരിക്കുന്നത്. ഈ ഓലോഫ് പാം ഗവൺമെൻറ്റും രാജീവ് ഗാന്ധി ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ബോഫോഴ്സ് കമ്പനിയിൽ നിന്നും ഇന്ത്യൻ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി തോക്ക് വാങ്ങുന്ന ഇടപാടായിരുന്നു. 130 ബില്യൺ ഡോളറിൻ്റെ ഇടപാടായിരുന്നു അത്. ആ ഇടപാടിന് പിന്നിൽ ഇടനിലക്കാരും കൈക്കൂലിയും ഉണ്ടായിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. അത് ആദ്യം വെളിപ്പെടുത്തിയത് സ്വീഡിഷ് റേഡിയോ ആയിരുന്നു. സ്വീഡിഷ് റേഡിയോയിലൂടെ ഒരു പ്രഭാതത്തിൽ ഈ വാർത്ത പുറത്തു വരുന്നു. ഇന്ത്യയിലെ സീനിയർ ലീഡേഴ്സിന്, ഭരണകക്ഷിയുമായി ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ്സിലെ സീനിയർ ലീഡേഴ്സിന് ഈ ബോഫോഴ്സ് ഇടപാടിൽ കൈക്കൂലി കിട്ടിയിട്ടുണ്ട്. അവർ കൈക്കൂലി പണം സ്വിസ് ബാങ്കിലേക്ക്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് തന്നെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന പ്രസിദ്ധമായ ബാങ്കാണ് സ്വിസ് ബാങ്ക്. നമ്മുടെ ഇവിടെ നേതാക്കന്മാരുടെയൊക്കെ കറപ്റ്റ് മണി സൂക്ഷിക്കുന്ന സ്ഥലം എന്ന ഒരു കുപ്രസിദ്ധിയുള്ളതാണ്. അങ്ങനെ സ്വിസ് ബാങ്കിലേക്ക് ഈ കിക്ക് ബാക്ക് പോയിരിക്കുന്നു എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ. ഇതേ തുടർന്ന് സ്റ്റോക്ക്ഹോമിലുള്ള ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റായ ചിത്ര സുബ്രഹ്മണ്യം ആ സംഭവത്തിൻ്റെ പിന്നിലെ ആരാണ് ഈ നേതാക്കളെന്നും എന്താണ് അതിൻ്റെ അടിസ്ഥാന വസ്തുതയെന്നും അന്വേഷിക്കാനിടയാകുന്നു. അങ്ങനെ അവരൊരു സോഴ്സിൽ ചെന്ന് മുട്ടുന്നു. ആ സോഴ്സിൽ നിന്ന് അവർക്ക് അതിൻ്റെ രേഖകളെല്ലാം കൃത്യമായി ലഭിക്കുന്നു. അത് ഇന്ത്യയിൽ ഹിന്ദു പത്രത്തിൻ്റെ അന്നത്തെ എഡിറ്റർ എൻ റാമുമായി സഹകരിച്ച് ചിത്ര സുബ്രഹ്മണ്യം ഈ വിവരങ്ങളെല്ലാം ഓരോ ദിവസവും വെളിപ്പെടുത്തുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. അതാണ് ബോഫോഴ്സ് ഇടപാട്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഇടനിലക്കാരില്ല എന്ന് പറഞ്ഞു, കിക്ക് ബാക്ക് ഇല്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ, രാജീവ് ഗാന്ധി അടക്കം. അപ്പോൾ രാജീവ് ഗാന്ധി അന്ന് ഇന്ത്യയിൽ ഒരു മിസ്റ്റർ ക്ലീൻ ഇമേജിൽ അദ്ദേഹത്തിനെ മാധ്യമങ്ങളൊക്കെ മിസ്റ്റർ ക്ലീൻ എന്ന് വിളിക്കുന്ന കാലമായിരുന്നു. അപ്പം മിസ്റ്റർ ക്ലീൻ അത്ര ക്ലീനല്ല എന്ന് തെളിഞ്ഞു ഈ സംഭവത്തോടുകൂടി. അതേ തുടർന്ന് കോൺഗ്രസിനകത്ത് അങ്കലാപ്പുണ്ടാകുന്നു. കോൺഗ്രസിൽ നിന്ന് വിശ്വനാഥ് പ്രതാപ് സിംഗ് മന്ത്രിയായിരുന്നു അദ്ദേഹം, രാജീവ് മന്ത്രിസഭയിൽ. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നു, പ്രധാനമന്ത്രിയുമായിട്ട് പിണങ്ങി.
തുടർന്ന് ഒരുപാട് സംഭവങ്ങളുണ്ടായി. അത് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധിക്ക് പിന്നീട് 5 വർഷം തികയുമ്പോൾ മത്സരിച്ച് ജയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആയി. കോൺഗ്രസ് തോറ്റുപോവുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടില്ല. മാത്രമല്ല ഈ 86 ഈ ഇടപാട്, ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കെ പിന്നെ സ്വിറ്റ്സർലൻഡിലെ പ്രധാനമന്ത്രി ഓലഫ് പാം ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ചു. ഇതിനെക്കുറിച്ചെല്ലാം ഈ ബുക്കിൽ എന്തായാലും പരാമർശിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആ ഇലക്ഷൻ പ്രചരണ വേളയിൽ ശ്രീപെരുമ്പതൂറിൽ കൊല്ലപ്പെട്ട കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ രണ്ട് രാജ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ പ്രധാനമന്ത്രി പദം വഹിച്ചിരുന്ന ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടാൻ ഇടയായത്. അത് ഈ രാജീവ് ഗാന്ധിയുടെ കൊലപാതകം ശ്രീലങ്കയിലെ LTTEയുടെ തോളിലാണ് വെച്ചിരിക്കുന്നത്. അതേപ്പറ്റിയുള്ള അന്വേഷണവും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ പിന്നിലൊക്കെ ആരായിരുന്നു എന്ന് ഇനിയും വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഈ സംഭവം. ഇതേക്കുറിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് 35 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ബുക്കായിരിക്കും ഈ ബോഫോഴ്സ് ഗേറ്റ് എന്ന് കരുതുന്നു. അതുമാത്രമല്ല, ഇത് ഇനി ഈ സോഴ്സ് ഇവർക്ക് അവരന്ന് ഈ വാർത്തകളൊക്കെ സ്റ്റിങ് എന്ന അപരനാമത്തിലാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയ സ്റ്റിങ്ങിൽ നിന്നാണെന്നുള്ള അർത്ഥത്തിലാണ് അത് വിവരിച്ചിരുന്നത്. ആ സ്റ്റിങ് ആരാണെന്ന് 2012 വെളിപ്പെടുന്നത്. അതൊരു ലേഡി ആയിരുന്നു അല്ല, അത് അന്നത്തെ സ്വിറ്റ്സർലൻഡിലെ പോലീസ് ചീഫായിരുന്നു. ആ പോലീസ് ചീഫിൽ നിന്ന് ലഭിച്ച ആധികാരിക വിവരമാണ്. അത് ചിത്രാ സുബ്രഹ്മണ്യം പോലും വൈകിയാണ് അറിയുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റിങ്ങിൻ്റെ മകൾ വഴിയാണ്. അവർ ഡൽഹിയിലെത്തുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ റിലീസിൻ്റെ അന്ന് തന്നെ. ഓക്കെ, അതാണ് അതിൻ്റെ കൗതുകം. അപ്പം നമുക്ക് എന്തായാലും കോൺഗ്രസിൻ്റെ പുതിയ തലവേദന ഈ പുസ്തകം പുറത്തു വരുന്നതോടെ കോൺഗ്രസ്സിനും മാത്രമല്ല, ഇതിനകത്ത് വേറൊരു വസ്തുതയുണ്ട്. ഇതിന് ഇടനിലക്കാരില്ലെന്നായിരുന്നു കോൺഗ്രസ്സുകാർ പറഞ്ഞത്. പക്ഷേ അതിനകത്തൊരു ഉണ്ടായിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിയുകയും അത് മറ്റാരുമല്ല, കൊട്രോച്ചി എന്ന് പറയുന്ന ആളായിരുന്നു. ഒക്ടോവിയോ കൊട്രോച്ചി. അപ്പോൾ അദ്ദേഹം ഒരു ഇറ്റാലിയനായിരുന്നു, ഒരു ഇറ്റാലിയൻ ബിസിനസ്മാൻ എന്നൊക്കെയാണ്, ഇടനിലക്കാരനായിരുന്നു. അങ്ങനെ അത് സോണിയാഗാന്ധി ഫാമിലിയുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു. അപ്പോൾ ഈ കിക്ക് ബാക്ക് മണി, ഈ കറപ്റ്റ് മണി എങ്ങോട്ടാണ് പോയതെന്നും ആരുടെ അതിൻ്റെ ഗുണം കിട്ടിയതെന്നും ഒക്കെ പിൽക്കാലത്ത് അനുമാനിക്കാനൊക്കെ അത് ഇടയായി. അപ്പോൾ അടുത്ത ആഴ്ച ഇറങ്ങുന്ന ആ ബുക്കിലൂടെ കോൺഗ്രസിൻ്റെ പുതിയ ചരിത്രങ്ങൾ, പുറകിൽ കിടക്കുന്ന ഒരുപാട് ഉറങ്ങിക്കിടന്ന ചരിത്രങ്ങളും അഴിമതികളൊക്കെ വീണ്ടും പുറത്തു വരും. തീർച്ചയായിട്ടും കാരണമാകും. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു തലവേദന തന്നെയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.